കോഴിക്കോടേക്കാണ്. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാജു കെ എബ്രഹാമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 5 പ്രതികൾക്കെതിരെ 5 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അഭിജിത്ത് പുഴക്കുന്ന് കോഴിക്കോടും ചേരുന്നു. അഭിജിത്ത്, 90 ദിവസത്തിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നു. കൊലപാതക ശ്രമം, സ്ത്രീധന പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്ന 5 പ്രതികളുണ്ട്. പക്ഷേ കേസിലേറെ നിർണായകമായ പരാതിക്കാരി ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. മുന്നോട്ടുള്ള വഴികൾ എന്തൊക്കെയായിരിക്കും? വിവരങ്ങൾ. സുഹൈൽ, ഏറെ വഴിത്തിരിവുകൾ, വിവാദങ്ങളൊക്കെ നിറഞ്ഞൊരു കേസാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഇതിലാണിപ്പോൾ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3-ന് മുൻപാകെയാണ് അന്വേഷണ തലവനായ ഷാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ 5 പ്രതികൾക്കുമെതിരെ 5 വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. കുറ്റപത്രത്തിൽ ഈ 5 വകുപ്പുകളെ കുറിച്ച് പരാമർശിക്കുന്നു. അതായത് അതിൽ IPC നിയമപ്രകാരമാണ്, IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ പ്രതികൾക്കെതിരെ കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗാർഹിക പീഡന നിരോധന നിയമമാണ്. 498A വകുപ്പ് പ്രകാരം ആദ്യത്തെ 3 പ്രതികൾ, അത് ഈ രാഹുൽ, ഭർത്താവ് രാഹുൽ, ഒപ്പം തന്നെ രാഹുലിന്റെ മാതാവ് സഹോദരി, ഇവർ 3 പേർക്കുമെതിരെ ഗാർഹിക പീഡന വകുപ്പ് പ്രകാരമുള്ള വകുപ്പിലുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലെ പരാതിക്കാരിയുടെ മൊഴിമാറ്റലാണ്. തുടർന്നുണ്ടായ അനിശ്ചിതത്വമാണ്. അവർ ഹൈക്കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഏതായാലും ഈ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി തന്നെ ഈ കേസിൽ വീണ്ടും ഒരു ഹർജി നൽകിക്കൊണ്ട് കോടതിയെ സമീപിക്കുമെന്നാണ് ഈ പ്രതിഭാഗം അഭിഭാഷകരൊക്കെ തന്നെ പറയുന്നത്. നിലവിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഫോറൻസിക് രേഖകൾ, ഒപ്പം നിലവിൽ ഇതുവരെ ലഭ്യമായ തെളിവുകൾ, കൂടാതെ ഈ പരാതിക്കാരി മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയ പ്രതികരണങ്ങൾ, ഇതൊക്കെ ചേർത്താണ് നിലവിൽ കുറ്റപത്രം ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളത്. സുഹൈൽ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. സത്യസന്ധമായി ഇത്തരം പരാതികൾ നൽകുന്നവരുടെ വിശ്വാസ്യത പോലും തകർക്കുന്ന രീതിയിലായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരുടെ തുടർ നിലപാടുകൾ. മറ്റു വാർത്തയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.